ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ജമന്തി കണ്ടോ നിറച്ച് പൂവായിട്ട് നിൽക്കുന്നത്. അപ്പം ഇതിന് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതുപോലുള്ള ക്ലൈംബ് ചെയ്യുന്ന പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഇതുപോലൊരു സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ചെറിയൊരു കമ്പ് മാത്രം നാട്ടിയാൽ ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇത് ശരിക്കും നിൽക്കത്തില്ല. അപ്പം നല്ലൊരു സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഇത് നിർത്താം. അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ വേറെ പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ക്ലൈംബ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പം നമ്മുടെ നാടൻ ജമന്തി, ഇത് നമുക്ക് വഴിയോരത്തു നിന്ന് കിട്ടിയതാണ്. വഴിയിൽ ഇങ്ങനെ വെക്കുന്നിടത്തു നിന്ന് നമ്മൾ വാങ്ങിയതാണ്. അപ്പോഴും ഇത് ജമന്തിയാണെങ്കിൽ സാധാരണ പിടിച്ച് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നാടനായതുകൊണ്ട് അപ്പോൾ ഇത് എളുപ്പം പിടിച്ച് കിട്ടും. ഇതുണ്ട് നിറച്ച് പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പ് വെച്ചാൽ നല്ലതായിട്ട് പിടിച്ച് കിട്ടും. നമ്മൾ ഇതേണ്ട ഈ മുളങ്കമ്പാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഒരേ നീളത്തിലുള്ള 2-3 മുളങ്കമ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മുളങ്കമ്പ് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് നാട്ടി കൊടുക്കാമേ. മണ്ണൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നാട്ടി കൊടുക്കുവാണേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് മുള വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൈപ്പ് PVC-യുടെ ചെറിയ പൈപ്പ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതാകുമ്പോൾ ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഇതേ മുള വെച്ച് ഇതേ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏറ്റവും എളുപ്പത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള പൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് വേണമെങ്കിലും ചെയ്ത്. ഇപ്പം നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണേ. ഇപ്പോൾ ജമന്തി ആണല്ലോ, അപ്പം ഇനി ചെറിയൊരു സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മുളകാണ് ഇതിനകത്തോട്ടൊന്ന് ഇറക്കി ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ളിടത്ത് കൊണ്ടുവന്ന് അതൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പം നമുക്ക് ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് വരുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ ഇത് ഇരിക്കും. നമ്മൾ എന്താണ്ട് ഈ ട്രയാങ്കിൾ ഷേപ്പ് ചെയ്തെടുത്തില്ലേ, അത് നമ്മൾ ഇതിലോട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെടിയുടെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് വേണേൽ ഇതുപോലെ ഒരെണ്ണം കൂടെ ചെയ്തത് നമുക്ക് മുകളിലോട്ടുകൂടെ വേണേൽ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ കാറ്റൊക്കെ അടിച്ചാലും നമുക്ക് നല്ല എവിടെ നിന്ന് കാറ്റടിച്ചാലും ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിന് നല്ല രീതിയിലൊരു സപ്പോർട്ടായിട്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഇതിലോട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതെല്ലാം ഓരോന്നും എടുത്ത് ഈ 3 കമ്പുണ്ടല്ലോ, അപ്പോൾ ഇതിനകത്തോട്ട് കെട്ടിക്കൊടുത്താൽ ഇത് നല്ല രീതിയിൽ നിൽക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ ഇതുപോലെ പടർന്നു വരുന്ന ചെടികളുണ്ടെങ്കിൽ നമുക്ക് അതും ഇതുപോലെ തന്നെ ചെറിയ രീതി സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ ഇത് നിൽക്കും. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ജമന്തിപ്പൂക്കളെല്ലാം പിടിച്ചിട്ട് ഇത് കണ്ടോ നമ്മുടെ ചെടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുക. അപ്പം ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇത് കണ്ടോ ഇത് വളരുന്നതനുസരിച്ച് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഒറ്റ കമ്പാകുമ്പോൾ നമുക്ക് അത്രയും അത് ഭംഗിയായിട്ട് അത് നിൽക്കില്ല. ഇത് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് കെട്ടിക്കൊടുക്കും. 4 വശത്തു നിന്ന് കാറ്റടിച്ചാലും നമുക്ക് ഈ ചെടി നല്ലതായിട്ട് തന്നെ നിന്നോളും. ഇങ്ങനെ താഴോട്ട് തൂങ്ങി കിടക്കത്തൊന്നുമില്ല. ഇത് കണ്ടോ നല്ലതായിട്ട്. ഇപ്പം ജമന്തി എന്ന് പറയുമ്പോൾ ഇത് ഒരുവിധം ഹൈറ്റ് വെക്കും. ഇത് നമ്മുടെ നാടൻ ജമന്തി ആയതുകൊണ്ട് നല്ല ഹൈറ്റ് വെച്ച് പോകുന്നതാണ്. അപ്പോൾ ആവശ്യമനുസരിച്ച് നമുക്ക് ബാക്കിയും കൂടെ വേണേൽ മുകളിലോട്ട് ചെയ്യാം. പൈപ്പൊക്കെ ആണെങ്കിൽ നല്ല എത്ര നാൾ വേണേലും നിൽക്കും. ഇത് മുളയും അത്യാവശ്യം ഒക്കെ നിൽക്കും. ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ മുള എടുത്തത്. ഇതുണ്ട്. ഇപ്പം നല്ല ഭംഗിയായിട്ടിത് പൂക്കൾ നല്ല ഇതായിട്ട് നിൽക്കും. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അതായത് കണ്ടോ ഇപ്പം ഇതാണ് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ. കണ്ടോ മൊത്തം നമ്മളിങ്ങനെ ഒന്ന് ചെയ്തെടുത്തു. ഹൈറ്റ് കൂടുവാണെങ്കിൽ നമുക്ക് ഒരു സെറ്റും കൂടെ ഇതുപോലെ ചെയ്യാം. ഇത് കണ്ടോ എളുപ്പത്തിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.